അപ്പുണ്ണികളുടെ റേഡിയോ നാടകം. രചന സംവിധാനം ശ്രീ ജയപ്രകാശ് കുളൂർ. അഭിനേതാക്കൾ ശ്രീ ഹരീഷ് പേരടി, ശ്രീ ശശികുമാർ എരഞ്ഞിക്കൽ. അണിയറയിലെ ശബ്ദ സാന്നിധ്യം ശ്രീ ഷിജു എരഞ്ഞിക്കൽ. അവതരണം ജനം നാടകവേദി, കോഴിക്കോട്. അപ്പുണ്ണികളുടെ റേഡിയോ ഈ വലിയ ലോകത്തിലെ വിശപ്പ് കാർന്നു തിന്നുന്ന സ്നേഹം നഷ്ടപ്പെട്ടുപോയ സാറ്റലൈറ്റ് ചാനലുകൾ കവർന്നെടുത്ത ഈ വലിയ ലോകത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ അപ്പുവിന്റെയും ഉണ്ണിയുടെയും കഥകളിൽ ഒന്ന് അപ്പുണ്ണികളുടെ റേഡിയോ. ഒന്നിച്ചൊരു കളി കളിക്കാം, നമുക്കൊന്നിച്ചൊരു കളി കളിക്കാം. ഞാൻ അപ്പുവെങ്കിൽ നീ ഉണ്ണിയെങ്കിൽ, ഞാൻ ഉണ്ണിയെങ്കിൽ നീ അപ്പുവെങ്കിൽ, നമ്മളാകുമ്പോൾ അപ്പുണ്ണികൾ അപ്പുണ്ണികൾ അപ്പുണ്ണികൾ. SW, MW എന്ന രണ്ട് ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. 6-5 വയറുകൾക്കടിയിലുള്ള പച്ചവയറുകൾക്കിടയിലുള്ള വീൽ തിരിയുമ്പോഴാണ് സംഗതിയൊട്ടാകെ കറങ്ങുന്നത്. ഇതിന്റെ ചിത്രം 47-ാം പേജിൽ ശ്രദ്ധിക്കുക. 99-ാം പേജിലെ ചിത്രവും ഇത് തന്നെ. 47-ലെ ചിത്രവും 99-ലെ ചിത്രവും തമ്മിൽ പ്രകടമായ വ്യത്യാസമില്ല. റേഡിയോയുടെ ചിത്രം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? SW, MW രണ്ട് വേണ്ടിയുള്ള പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓറഞ്ച് വയറിൽക്കിടയിലുള്ള പച്ചറുകൾക്കിടയിലുള്ള വീൽ തിരിയുമ്പോഴാണ് സംഗതി ഒട്ടാകെ കറങ്ങുന്നത്. ഇന്ത്യ ചിത്രം 47-ാം പേജിൽ ശ്രദ്ധിക്കുക. 99-ലെ ചിത്രം ഇത് തന്നെ. 40-ലെ ചിത്രവും 99-ലെ ചിത്രവും പ്രകടമായ വ്യത്യാസമില്ല. റേഡിയോയുടെ ഇത്തരം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? SW, രണ്ട് വേണ്ടികൾ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓറഞ്ചുകൾക്കിടയില്ല പച്ചറുകൾക്കുള്ള വീൽ തിരുമ്പഴാണ് സംഗതി ഒട്ടാക്കുന്നത്. ഇന്ത്യ 47 ശ്രദ്ധിക്കുക. 99 ഇത് തന്നെ. 40-ലെ ചിത്രവും 99-ലെ ചിത്രവും ലേഡീസ്, പ്രിയപ്പെട്ട കാണികളെ, പ്രൊഫസർ അപ്പുക്കുട്ടൻ അവതരിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, കോരിദ്ധരിപ്പിക്കുന്ന മേച്ച് പെർഫോമിയ നിങ്ങൾ ഓരോരുത്തരെയും അത്ഭുത പരതന്ത്രാക്കും, ആശ്ചര്യഭരിതരാക്കും. മായാലോകത്തിലെ, മാനത്ത കൊട്ടാരത്തിലെ മായാത്ത മറയാത്ത മായാമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൂറ്റിക്കൊണ്ടു പോവുകയാണ് പ്രൊഫസർ അപ്പുക്കുട്ടൻ. കാണികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഹൃദയാഘാതം ആഗ്രഹിക്കുന്നതോ അത് പ്രതീക്ഷിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും, അബദ്ധവശാൽ ഗർഭിണികളായ സ്ത്രീകൾ ആരെങ്കിലും എത്തിപ്പോയിട്ടുള്ളവരും സ്വസ്ഥാനം വിട്ട് സ്വഗൃഹങ്ങളിലേക്ക് പോകണമെന്ന് വിനീതമായി ഞാൻ ആക്ഷേപിക്കുകയാണ്. SW, MW എന്ന രണ്ട് ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? SW, MW എന്ന രണ്ട് ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓറഞ്ച് വയറിൽക്കിടയിലുള്ള പച്ചവയറുകൾക്കുള്ള വീൽ തിരുമ്പഴാണ് സംഗതി ഒട്ടാകെ കറങ്ങുന്നത്. 47-ാം പേജിൽ ശ്രദ്ധിക്കുക. 99-ലെ ചിത്രം ഇത് തന്നെ. 40-ലെ ചിത്രവും 99-ലെ ചിത്രവും പ്രകടമായ വ്യത്യാസമുണ്ട്. റേഡിയോയുടെ ഇത്തരം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്ക് വയർ ക്ലീൻ ചെയ്യേണ്ടത്. ഓറഞ്ച് വയറിൽക്കിടയിലുള്ള പച്ചറുകൾക്കുള്ള വീൽ തിരുമ്പഴാണ് സംഗതി ഒട്ടാക്കുന്നത്. ഇന്ത്യ 47-ാം പേജിൽ ശ്രദ്ധിക്കുക. 90-ലെ ചിത്രം ഇത് തന്നെ. 40-ലെ ചിത്രം 90-ലെ ചിത്രം പ്രകടമായ വ്യത്യാസമില്ല. റേഡിയോയുടെ ഇത്തരം പരിശോധിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഇതെന്ത് വായനാടത്? എടാ അപ്പോ എനിക്ക് ഇങ്ങനെ വായിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വായിക്കണേ. ഞാൻ അപ്പുന് വേണ്ടിട്ട് ഉണ്ണിക്ക് അപ്പു പോവാൻ പറ്റുമോ? അതുകൊണ്ടൊന്നല്ല, നീ ഒച്ചുണ്ടാക്കി വായിച്ചോണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൂപ്പ എന്താ പഠിക്കണേ? മാജിക് പെർഫോമിയ. ഞാൻ എന്താ പഠിക്കണേ? അതൊരു പഠിത്ത റേഡിയോ മെക്കാനിസം. എടാ അത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിന്റെ വ്യത്യാസം. അത് അതുകൊണ്ടൊന്നല്ല.
നീ ഒച്ച ഉണ്ടാക്കി വായിച്ചോണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ജനങ്ങളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു പഠിക്കാൻ നീ സമ്മതിക്കുന്നുണ്ടോ? ഈ മാജിക് എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പല്ലേ? ഇതൊരുമാതിരി അസൂയ ഉണ്ടാക്കുന്ന വർത്താനട്ടപ്പ പറഞ്ഞ്. എന്റെ അപ്പോ എനിക്ക് എന്നോട് അസൂയ ഉണ്ടാവടാ. അതല്ല, ഈ മാജിക് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ അന്ധവിശ്വാസം പരത്തുക. അന്ധവിശ്വാസങ്ങൾ മാജിക് പെർഫോമിക്കെതിരാണ്. മാജിക് പെർഫോമി അന്ധവിശ്വാസങ്ങൾക്കും എതിരാണ്. പക്ഷെ റേഡിയോ മെക്കാനിസം എന്ന് പറഞ്ഞ ഇങ്ങനെയൊന്നുമല്ല. അപ്പോ നാളെ ഞാനോ റേഡിയോ മെക്കാനിസ്റ്റായി എന്ന് വിചാരിക്കേ. നാളെ ഞാനോ റേഡിയോ മെക്കാനിസ്റ്റായി. ഞാൻ ടൗണിൽ ഒരു ഷോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആൾക്കാരെ കയ്യിൽ എല്ലായിടത്തും റേഡിയോ ഉണ്ടാവില്ല. അപ്പൊ അത് ചീത്തയാവല്ലോ. അങ്ങനെ ചീത്തയായ റേഡിയോ ആയിട്ട് ആൾക്കാർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. ഞാനിതിന്റെ ഒരു മെക്കാനിസ്റ്റ് അല്ലേ, എനിക്കിതിന്റെ എല്ലാ കുട്ടൻസും അറിയാലോ. ഞാനത് നന്നാക്കി കൊടുക്കും, എനിക്ക് പ്രതിഫലം തരും. അത് അധ്വാനിച്ച് ജീവിക്കലാണ്. അപ്പോ നടക്കാത്ത കാര്യം ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുമ്പോ അപ്പുറത്തിപ്പുറത്ത് ആൾക്കാരുണ്ട് നോക്കണം. നടക്കൊക്കെ ചെയ്യടാ. നടക്കൂല. പ്രൊഫസർ അപ്പുക്കുട്ടൻ മാജിക് പെർഫോം അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകതരം സംതൃപ്തിയുണ്ട്. സംതൃപ്തി ഉണ്ട്. ഈ പരിപാടി കാണുന്ന ഓഡിയൻസിന് അതിലേറെ സംതൃപ്തിയില്ലേ? സംതൃപ്തി ഉണ്ട്. ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടുകാർക്കുമില്ല അതിന്റേതായ ഒരു സംതൃപ്തി. അതിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാണെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സംതൃപ്തി ഉണ്ട്. ഈ പരിപാടി അവർക്ക് സ്റ്റേജ് എന്ന സംഘാടകത്തിലേറെ സംതൃപ്തിയില്ലേ? എടാ, അത് ഓരോരുത്തർക്ക് ഓരോ പോലെയല്ലേ, ഓരോടൊക്കെ ചോദിച്ചു നോക്കണ്ടേ? മാജിക് പെർഫോമിയ മായാജാലം, മാജിക്. അത് മാജിക് ദി റിയാലിറ്റി. ഞാൻ പറഞ്ഞു തരാം. അതായത് SW MW എന്ന 2 ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. നിർത്ത്. ഇത് പെന്നകട് നന്നായിട്ട് എനിക്കറിയാം. ഇത് ഇന്നെ പഠിക്കാൻ തുടങ്ങി കാലം കുറയായി. എന്നോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. പോവല്ലേ, ചോദിക്ക്. നീന്തം പഠിക്കാൻ എന്താണ് ആവശ്യം? കയ്യും കാലും വേണം. പോട്ടാൻ. എന്നോട് ചോദ്യം ചോദിച്ചു ഇന്ന വേണം തല്ലാൻ. എടാ വെള്ളം വേണടാ, വെള്ളം. വെള്ളം വേണം. അത് വേണം, വെള്ളം വേണല്ലോ. അതുപോലെ റേഡിയോ മെക്കാനിസം പഠിക്കാൻ എന്താണ് ആവശ്യം? റേഡിയോ വേണം. അതിനെന്തിനാ ഇങ്ങനെ നാടകത്തിലെ പോലെ ചിരിക്കണേ? ചിരിക്കല്ലാതെ ഞാൻ എന്താ ചെയ്യാ? നിന്റെ കയ്യിൽ നന്നാക്കി പഠിക്കോ റേഡിയോ ഉണ്ടോ? ഇപ്പൊ മുകളിലേക്ക് നോക്കല്ലേ? അത് ഞാൻ ആ പല്ലീനെ നോക്കിയതാ. എവിടെ പല്ലി? പല്ലിയോടെ? അത് കൊറേ ദിവസമായിട്ട് ആ ഉത്തരത്തിൽ എങ്ങനെ കുടുങ്ങിക്കിടക്കുക. അത് കുടുങ്ങിയതല്ല, പ്രൊഫസർ അപ്പുക്കുട്ടന്റെ മാജിക് പെർഫോമിയുടെ മായാജാലത്തിൽ കുടുക്കിയതാണ്. റിലാക്സ് പല്ലി, റിലാക്സ്. എടാ അപ്പു, നീ പറഞ്ഞത് വളരെ ശരിയാടാ. ഒരു റേഡിയോ മെക്കാനിസ്റ്റ് ആവണ റേഡിയോ വേണം. എന്റെ കയ്യിലുണ്ട്, എനിക്ക് ഒന്ന് സംഘടിപ്പിച്ചു തരോ? ഇതാണ് നിന്റെ തകരാറ്. നിന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തങ്ങ് തരില്ല. ഒളിപ്പിച്ച് കളിക്കോ? എടാ അപ്പു, അനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചോദിച്ചു നോക്കോ? എടാ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടടാ. വേറെ നിന്റെ യഥാർത്ഥ ഫ്രണ്ട് അല്ല, ഉണ്ണി മാത്രല്ല എന്റെ ഫ്രണ്ട്. അല്ലാതെ നടക്കൂലടാ. എങ്ങനെയൊന്ന് സംഘടിപ്പിച്ചു കൊണ്ടടാ. എത്ര കാലം ഞാൻ റേഡിയോ മെക്കാനിക്കാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടക്കൂല. വെറുതെ പഠിക്കുക. സംഘടിപ്പിക്കാന്നൊക്കെ പറഞ്ഞാ കുറച്ച് സങ്കടമുള്ള കാര്യ. അതിനൊക്കെ പണം വേണം. നമ്മളെ കയ്യിൽ പണം ഉണ്ടോ? എന്താണ് ഞാൻ എന്തായി തപ്പുന്നത്? എടാ, എന്റെ അടുത്തൊരു 5 ഉറുപ്പ്യ ഉണ്ടായിരുന്നടാ. എന്നിട്ട് അവിടെ പോയി? നിന്റെ കയ്യിൽ ഒന്നും ഇല്ലിട്ടു. എവിടെ കൊണ്ടിട്ട്? ഞാൻ എത്ര ദിവസമായി കൊണ്ടെടുക്കണ 5 ഉറുപ്പ്യ? എന്നിട്ട് അവിടെ പോയി? ഞാനിന്ന് രാവിലെയും കൂടി നോക്കിയതല്ലേ. ഉന്നെ പൈസ ഇവിടെ പോയി. ഞാൻ പേടിച്ചു പോയിട്ടോ. ഞാൻ വിചാരിച്ചു ഈ മാജിക് ഉപയോഗിച്ച് കാണാതാക്കിയതാന്ന്. ചിലപ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അത്യാവശ്യം മാജിക് ഒക്കെ ചെയ്യോ? അത്യാവശ്യമല്ല, അത്യാവശ്യം മോശമില്ലാണ്ട് ചെയ്യില്ലേ? ഉറപ്പാണല്ലോ? ഉറപ്പാണ്. വാക്കാണല്ലോ? വാക്കാണ്. മാറ്റില്ലല്ലോ? മാറ്റില്ല. എന്നാ കയ്യിലടി. അപ്പുന്റെ മാജിക് ഉപയോഗിച്ച് എനിക്ക് റേഡിയോ ഉണ്ടാക്കിക്കൊണ്ട. അതുപയോഗിച്ച് പഠിക്കാലോ. അറിയില്ല. ഈ നോട്ടത്തിന്റെ അർത്ഥം മാജിക് അറിയില്ല എന്നാണ്. മാജിക് വെച്ച് നീ എന്താ വിചാരിച്ച്? മാജിക് വെച്ച് നീ എന്താ വിചാരിച്ച്? മാജിക് എന്ന് വെച്ചാലേ കയ്യിലുണ്ടായിരിക്കുന്ന ഒരു സാധനം ഓഡിയൻസിനെ കാണത്തിന്റെ പ്രത്യേക രീതിയിൽ മറച്ചു വെക്കാനുള്ള മജിഷ്യന്റെ ഒരു കഴിവാണ് മാജിക്. അത് ഓഡിയൻസിന് ആവശ്യമാണെന്നൊരു ഘട്ടത്തിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഒന്നും കൂടി പറയും. ഇത് രണ്ടാമത് വരുമ്പോഴാണ് പ്രശ്നം. അതറിയാത്തോണ്ടാ. അറിയെങ്കിലും രണ്ടാമത് പറയപ്പോ മാജിക് അറിയില്ലല്ലേ? അറിയാണ്ടൊന്നുമല്ല. എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല.
മനസ്സിലാവുന്ന ഭാഷ ശരിക്കും പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. അതായത് കയ്യിലുണ്ടായിരുന്ന സാധനം ഓടിച്ച് കാണുമ്പോൾ തിരി മറച്ചുകളും മേശിന്റെ കൈമാ മേക്ക് അങ്ങനത്തെ വേറെ പണിയില്ലേ? എന്റെ അപ്പോ ഞാൻ ഒരുപാട് മാജിക് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടുന്ന്? ഞാൻ ആദ്യമായിട്ട് മാജിക് കാണുന്ന എന്നാ അറിയോ? 4ാം ക്ലാസ് പഠിക്കുമ്പോഴാ. 4ാം ക്ലാസ് പഠിക്കുമ്പോ എന്താ കണ്ടേ? എടാ 4ാം ക്ലാസ് പഠിക്കുമ്പോഴേ നമ്മള് സ്കൂളില് പ്രൊഫസർ മാധവൻ എന്ന് പറഞ്ഞൊരു മെജീഷ്യൻ വന്നത് ഓർമ്മയുണ്ടോ? പ്രൊഫസർ CP മാധവൻകുട്ടി. ഓർമ്മയുണ്ടോ? അന്നിന്റെ അമ്മ സുഖല്ലേ, ഞാൻ ലീവ് കഴിഞ്ഞു. ഇയാളൊരു കഷണ്ടി തലുള്ള ആളാട്ടോ. വലിയ വലിയ മേജിക്കാരൊക്കെ പൊതുവെ കഷണ്ടിക്കാരായിരിക്കും. കുറെ കഴിഞ്ഞ എന്റെ തലയിൽ ഞാൻ കഷണ്ടി ആക്കും. ഇയാൾ ആദ്യം തന്നെ എന്താ ചെയ്തതറിയോ? സ്റ്റേജിൽ വന്ന് ഇങ്ങനെ നിന്നിട്ടോ. എടാ അപ്പോ നമ്മള് 4ാം ക്ലാസ് പഠിക്കണ നിഷ്കളങ്കരായ കുട്ടികളല്ലടാ, ഇങ്ങനെ ഇരിക്കല്ലേ. അയാള് കുട്ടികളെങ്ങനെ നോക്കിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഓടക്കുഴല് അങ്ങനെയാ. ഈ സൈഡ് കൂടെ നോക്കിയാ ആ സൈഡ് കാണാം. ഓടക്കുഴൽ അങ്ങനത്തെ ഉണ്ടാവുക. ആ സൈഡ് കൂടെ നോക്കിയാ ഈ സൈഡും കാണും. അത് കാലിയാണെന്ന് കാണിച്ചു തരിക. എന്നിട്ട് ഈ ഓടക്കുഴല് വലത്തെ കൈയിൽ ഇങ്ങനെ വിട്ടുപിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ടൊരു വെള്ള പേപ്പർ, അതിലൊന്നും എഴുതിയില്ലേട്ടോ, കാലിയാണേ. അതിങ്ങനെ ചുരുട്ടി 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 ഈ ഓടക്കുഴലിനുള്ളിൽ കൂടെ ഇട്ടിട്ട് പുഷ്പം വന്നിട്ടുണ്ടാവും. അതല്ലോ ഉണ്ണി മേച്ചിക്ക്. ഇതുകൊണ്ടൊന്നും അയാൾ നിർത്തിയില്ല. പിന്നെന്താ അയാൾ കാട്ടി? പിന്നെ അയാൾ എന്താ ചെയ്തതറിയോ? എടാ അപ്പോ നമ്മള് 4ാം ക്ലാസ് പഠിക്കുന്ന നിഷ്കളങ്കരായ കുട്ടികളല്ലടാ, ഇങ്ങനെ ഇരിക്കല്ലേ. ഇത് നീ ഇങ്ങനെ ഇടക്കിടക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? അയാള് കുട്ടികളെങ്ങനെ നോക്കിയിട്ട് നല്ല സ്മാർട്ടായ കുട്ടികളുണ്ടെങ്കിൽ ഒന്നും കൂട്ടി വരൂ. നല്ല സ്മാർട്ടായ കുട്ടികൾ. അപ്പണക്ക് ഓർമ്മണ്ടോന്നറിയില്ല. എടാ വെളുത്ത് മെലിഞ്ഞിട്ട് ലില്ലിപ്പൂവൊക്കെ വെച്ചു വരുന്ന ഒരു ടീച്ചറില്ലേ, ഓർമ്മണ്ടോ? വെള്ളേന്റെ മുകളിൽ കറുത്ത പുല്ലുള്ള സാരി ദിവസം എടുത്തു വരുന്ന നമ്മളെ കണക്കിന്റെ ലക്ഷ്മിക്കുട്ടി ടീച്ചർ. ടീച്ചർ എന്നോട് പറഞ്ഞു ഉണ്ണിയെ ചെല്ലുന്ന്. അന്നും സ്മാർട്ട് ഞാനാണല്ലോ. ഞാനൊന്ന് ലീവായിരുന്നല്ലോ. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുക. കാലിന്റെ മുട്ടിങ്ങനെ അടിക്കുന്നുണ്ടാവും. ഇങ്ങനെ അടിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് കാണിച്ചില്ല. ഇയാളിന് അടിമുടിയൊരു നോട്ടം പേടിച്ചുണ്ടാവും, പക്ഷെ പുറത്തേക്ക് കാണിച്ചില്ല. ഈ സമയത്ത് സമയം ഒരു 12:55. ഇതെങ്ങനെ എനിക്ക് ഇങ്ങനെ കറക്റ്റ് ആയി പറയാൻ പറ്റുന്നത്? എടാ 1 മണിക്കല്ലേ ലോങ് ബെൽ അടിക്കുക, അപ്പം 12:55 വാസന വരിക. വാസനു ഉപ്പുമാവിന്റെ സമയം 12:55. ഈ സമയത്ത് അയാൾ ഒരു ഗ്ലാസ് പാൽ എനിക്ക് തരിക. നീ വലിച്ചു കുടിച്ചിണ്ടാവും. ഞാൻ വലിച്ചു കുടിച്ചു. സമയം 12:55 എന്നിട്ട് ഞാൻ സാധാരണ പോലെ അങ്ങനെ പോവാട്ടോ. അപ്പൊ മൂപ്പരിനൊരു പിടുത്തം, പോവല്ലേ. എന്നിട്ട് എന്റെ തലങ്ങോട്ട് ചെരിച്ചിട്ട് ഈ കാലി ഗ്ലാസ് എന്റെ ചെവിട്ടിൽ വെച്ചിട്ട് എന്റെ അപ്പുവോ കാപ്പി വന്നിട്ടുണ്ടാവും. യോടക്കോയിലും പുഷ്പവും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കപ്പും സോസറും ഒക്കെ അയാളുടെ കയ്യിലുണ്ടാവും. അത് തിരിച്ചു മറിച്ചും കാണിക്കുന്ന മേജിക്ക്. ചായപ്പൊടി പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒക്കെ കൊണ്ടെടുക്ക അയാൾ എന്താ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറാ? അനക്ക് മാജിക് അറിയില്ല, അത് പറഞ്ഞാ പോരെ. വേറുള്ളവരെന്തിനാ കുറ്റം പറയണ? ഞാൻ പഠിക്കണതും ഇല്ലാതെയൊക്കെ. SW MW എന്ന 2 ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? SW MW എന്ന 2 പരിപാടികൾ ഒരേ സമയത്ത് കേൾക്കണമെങ്കിൽ പിയിൽ നിന്നും, അതായത് പി എന്ന നെക്കിൽ നിന്നും ട്രാൻസിസ്റ്ററിലേക്കുള്ള വയർ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഏതെല്ലാം പേജിലെ ചിത്രങ്ങളാണ് ഒരുപോലെ ഇരിക്കുന്നത്? 47-ാം പേജിലെ ചിത്രവും 99-ാം പേജിലെ ചിത്രവുമാണ് ഒരുപോലെ ഇരിക്കുന്നത്. ഈ 2 പേജിലെ ചിത്രങ്ങളും ഒരുപോലെ ഇരിക്കാനുള്ള കാരണം എന്ത്? 47-നും 99-നും ഇടയിൽ വ്യത്യാസങ്ങളില്ലാത്തത് കൊണ്ടാണ് 2 പേജിലെ ചിത്രങ്ങളും ഒരുപോലെ ഇരിക്കുന്നത്. SW 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 MW 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 SW MW MW SW എന്ന 2 ബാൻഡുകളുടെ പരിപാടികൾ ഒരേ സമയത്ത്. ഒരു ഐഡിയ ഉണ്ടായിരുന്നടാ. എന്താണ്ടാ? അത് നമ്മളെ മേജിക് പെർഫോമയുടെ തിയറിപ്പെട്ടതല്ല. SW MW എന്ന 2. എന്നാലും റേഡിയോ കിട്ടുന്ന കാര്യമാണോ? റേഡിയോ കിട്ടുമെന്ന് വെച്ചാല് ഒരു റേഡിയോ ഇട്ട് വെക്കുന്ന ഒരു കാലിപ്പെട്ടി നീ എനിക്ക് സംഘടിപ്പിച്ചിരും. റേഡിയോ ഇട്ടേക്കിനെ പെട്ടി ഞാൻ അപ്പൂനെ തന്നാല് അപ്പൂനിക്ക് റേഡിയോ ഉണ്ടാക്കി തരും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. വാക്കാണല്ലോ? വാക്കാണ്. മാറ്റില്ലല്ലോ? മാറ്റല്ല. എന്നാ കയ്യിലടി. അല്ല വേണ്ട, റേഡിയോ ഇട്ടേക്കിന്റെ പെട്ടിന്റെ പോലത്തൊരു പെട്ടി മതിയോ? മേജിക്ക് നടക്കൂല. റേഡിയോ ഇട്ടേക്കിന്റെ പെട്ടി എന്നെ വേണല്ലേ? ഇത് നമ്മളെ റൂമല്ലേ? അല്ലേ? നമ്മളെ തൊട്ടടുത്ത റൂമിലാരാ? തൊട്ടടുത്ത് കരുണാകരൻ. അയാളെ കാര്യം വിട്. അതിന്റെ അടുത്ത റൂമിലാരാ? ഗോപാലകൃഷ്ണൻ മാഷ്. ഗോപാലകൃഷ്ണൻ മാഷ് വേറൊരു മാഷാണോ? അയാളൊരു ഡാൻസ് മാഷല്ലേ? അയാളൊരു ഡാൻസ് മാഷ്. അപ്പൊ അയാളെ കയ്യിൽ റേഡിയോ അതിന്റെ പെട്ടിങ് കാണാതിരിക്കുമോ ഒന്ന് ചോദിച്ചു നോക്ക. പക്ഷെ അയാൾക്ക് ഒരു തകരാറുണ്ട്. ആള് മനുഷ്യന്മാർക്ക് ഒരു സാധനം കൊടുക്കൂല. എടാ അപ്പോ നമ്മള് തൊട്ടടുത്ത് താമസിക്കുന്ന അപ്പുണ്ണികളല്ലേ
റേഡിയോ അല്ലല്ലോ, റേഡിയോന്റെ പെട്ടിയല്ലേ ചോദിക്കണേ? ആ റേഡിയോ ഇട്ടിക്കുന്ന കാലിപ്പെട്ടിയല്ലേ? ആ. അതാര് ചോദിച്ചാലും തരും. പക്ഷേ ഞാനും അയാളുടെ ഒരു വലിയൊരു സുഖത്തിലല്ല. ഉണ്ണിയൊന്ന് പോയി ചോദിക്കും, ഞാൻ ഇവിടെ നിക്ക. എന്നാ ഞാൻ പോയി ചോദിക്കല്ലേ? അതാ നല്ലത്. എന്നാ ഞാൻ ഗോപാലകൃഷ്ണ മാഷ റൂമിലേക്ക് പെട്ടി ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലാണ്. നടന്ന് ഗോപാലകൃഷ്ണ മാഷ റൂമിന്റെ അടുത്തെത്തും. വാതിൽ ഞാൻ ഇങ്ങനെ കൊട്ടു, മാഷ് കേൾക്കണില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കൊട്ടി 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 ഞാനും കൊട്ടാണ്ടേ. ആ കൊട്ടുന്നല്ലുള്ളിൽ കൂടി രണ്ടങ്കേലിട്ടൊരു കൊട്ടി കൊട്ടി. ആ കൊട്ട ഞാൻ കേട്ടെ. പാ ഇവിടുന്ന് 2 എണ്ണം കൂടി തേങ്ങ വിട്ടിട്ടിക്കുമായിരുന്നു നടക്കും. ചൊണ്ണൊക്കെ തരണം. പട ഇവിടുന്ന്. മാഷേ, ഞാൻ നിങ്ങളോടൊരു സാധനം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്ത് സാധനം? എനിക്ക് നിങ്ങളെ റേഡിയോന്റെ പെട്ടി ഒന്ന് തരുമോ? റേഡിയോ അടിക്കുന്ന പെട്ടി അയക്കാനാ തലയും ചെറിഞ്ഞ് മുട്ടും ചെറിഞ്ഞിങ്ങനെ പിന്നാലെ നടക്കുന്നത്. റേഡിയോ അടിക്കുന്ന പെട്ടി അയച്ചാൽ തരില്ലേ? എനിക്ക് തന്നെ റേഡിയോ അടിക്കുന്ന പെട്ടി. മാഷെ, ഞാനിപ്പോ റേഡിയോ മെക്കാനിക്സ് ആണല്ലോ പഠിക്കണത്. ഓ കഥ നീ പറയണ്ട. SW MW 47 പേജ് 90 പേജ് കംപ്ലീറ്റ് എനിക്കറിയാം. വേറെ തന്നെ പറയടോ. മാഷ, മെക്കാനിസം പഠിക്കാൻ എന്റെ കയ്യിൽ റേഡിയോ ഇല്ല. അപ്പൊ എന്റെ കൂടെ താമസിക്കുന്ന മാജിക്കാരൻ അപ്പുല്ലേ, ഓൻ പറഞ്ഞിട്ടുണ്ട് റേഡിയോന്റെ പെട്ടി കിട്ടിയ മാജിക്കിലൂടെ റേഡിയോ ഉണ്ടാക്കി തരാന്ന്. അതിനാ ഓന അപ്പല്ല കുപ്പുക വലിയ മേജിക്കാരൻ പറഞ്ഞ് നടക്കുക. ഒരു വസ്തുല്ലടോ ഓന്. ആ കറുത്ത ഉണ്ടക്കണ ചക്കരല്ല അപ്പു നടന്നല്ലേ? അവനൊരു കുന്താ അറിയില്ല. എടോ ഞങ്ങൾ 10-15 പേരുള്ള വലിയൊരു ട്രൂപ്പല്ലേടോ. ഗോപാല നൃത്തകല മണ്ഡലം. എന്റെ സരസ്വതിന്റെ നാട്ടക്കുറനുണ്ടല്ലോ. എടാ നമ്മളെ സരസ്വതിയുടെ. ഏത് സരസ്വതി? എടാ നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഭാസ്കരേട്ടന്റെ മോള് സരസ്വതിയുടെ. ആ സരസ്വതി. ഓളെ നാട്ടക്കുറിന് സ്റ്റേജിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കാട്ടോ. അപ്പൊ കുണ്ടന്മാർക്ക് ഇങ്ങനെ കൈയടിച്ച് പിന്തിരി കൊള്ളുന്ന സമയ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? ഡിമ്മറുള്ളിൽ കൈയിട്ട് ലൈറ്റ് ചെയ്യാട്. അപ്പൊ ഒരുത്തം വന്നൊരൊറ്റ തോണ്ടട്. ഇവിടെ ആരായാലും പേടിച്ചോലോട്. നോക്കും വരാതിയോ? ഈ ഉണ്ടക്കണ ചെക്ക ഇളിച്ചുണ്ട് നിക്കണ്. ഞാൻ ചോദിച്ചെന്താട്? അപ്പൊ എന്നോട് പറയാട്ടോ, ഞങ്ങക്ക് മേജിക് കളിക്കാൻ അവസരം തരുമെന്ന്. അയ്യേ, എടാ നമ്മളൊരു കലാകാരന്മാരല്ലേടേ. ഒരു ചാൻസ് ഞാൻ അവന് കൊടുത്ത് ഫോൺ ചെയ്ത് പണിയാക്കണം. കുറച്ച് ബ്ലേഡ് വാരി വാരിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു കണക്കിനും ബ്ലേഡ് പിടിച്ചലിച്ച് കിട്ടില്ല. അതവിടെ കുടുങ്ങിപ്പോയി. കംപ്ലീറ്റ് കുണ്ടന്മാരും കൂക്കി വിളിക്കാൻ തുടങ്ങി. എന്റെ സരസ്വതി എന്റെ നാട്ടക്കുറഞ്ഞിയും പോയി. എന്റെ കംപ്ലീറ്റ് പെർഫോമൻസും പോയി. കംപ്ലീറ്റ് മാനവും പോയി. എല്ലാം കൂടെ ചൂടായിട്ട് ജീപ്പിൽ വന്നിരിക്കുമ്പോ ഈ ഉണ്ടക്കണ ചക്കനും വേറെ 2 പെണ്ണുണ്ട് വന്ന് എന്നോട് ചോദിക്ക, ഞങ്ങൾക്കൊരു ലിഫ്റ്റ് ചെയ്തുവന്ന് കൊടുക്കണ്ട. അവന്റെ ചൊണ്ണക്കന്നേരം ഒരു കലാകാരന്റെ പരിഗണന വെച്ച് ഞാൻ ഒന്നും ചെയ്തില്ല. ഈ ഓനെ കഥ വിട്ട് വേറെ രണ്ട് പറയടോ. ബിന്ദു ഇന്ദു സിന്ധു അമർന്നിരിക്കൂ. തിമൃദോംഗസ്തംഗ തരികിട തിമൃദോംഗസ്തംഗ തരികിട തിമൃദോംഗസ്തംഗ. അപ്പോ അയാള് പെട്ടി തരുന്ന ഒരു കോളും കാണില്ല. എന്റെ ചോദ്യത്തിന് എന്താ തകരാറുണ്ടാവും? അതൊന്നല്ല, പെട്ടിന്ന് ചോദിക്കുമ്പോഴേക്ക് അയാള് ദിമിതോ അസ്തംഗ എന്ന് പറയാ. അത് ശരി. പിന്നെ നിന്റെ പേര് പറഞ്ഞപ്പോ തീരും തരൂലെന്ന് പറഞ്ഞു. എന്തോ ബ്ലേഡ് വാരി വായിലിട്ടൊന്നും പിടിച്ചു വെച്ചിട്ട് കിട്ടിയില്ലെന്നും. അതെന്താ എന്നോട് പറയാഞ്ഞ? ബ്ലേഡ് വാരിട്ട് കുടിക്കുള്ളൊക്കെ ശരി തന്നെയാ. അത് നാട്ടുകാർക്കൊന്ന് കളിപ്പിച്ച് മെല്ലെ പുറത്തെടുക്കാൻ വിചാരിച്ചാ. അപ്പോഴത്തെ കുണ്ടന്മാര് കൂക്കി. പിന്നെ കൂക്കിയ കുണ്ടന്മാർക്ക് ബ്ലേഡ് അങ്ങനെ ഞാൻ പുറത്തെടുക്കുന്ന കാണിച്ചു കൊടുത്തില്ല. അതാണ്ടായത് സംഭവം. അതാണ്, അത് മാത്രം ഉണ്ടായത്. എനിക്ക് റേഡിയോന്റെ പെട്ടി കിട്ടൂല. അതന്നെ. നിനക്ക് റേഡിയോന്റെ പെട്ടി കിട്ടണോ അല്ല എന്റെ മേജിക്കും പറ്റിയാരണോ? എനിക്ക് റേഡിയോന്റെ പെട്ടി. എടാ റേഡിയോന്റെ പെട്ടി കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ടടുത്ത റൂമുള്ള ആളത്ത് പോയി ചോദിക്കടാ. അയ്യോ, കൊങ്കൺ റെയിൽവേയിൽ പണിയെടുക്കണ കുങ്കൺ ടീറ്റി അല്ലേ? അയാള് പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലാവൂലടാ. അങ്ങനെ മനസ്സിലാത്ത പ്രശ്നമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാ മതി. അയാൾ എന്ത് സംസാരിക്കുമ്പോഴും ഓരോ വാക്കിന് മുമ്പിൽ കൂകൂട്ടി പറയുന്നുള്ളൂ. അയ്യോ, അയാള് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാവൂല. അപ്പൊന്ന് പോയി ചോദിച്ചു നോക്കോ? ഞാൻ പോയി ചോദിക്കല്ലേ? കുങ്കേട്ടാ കുന്താണ്ടാ കൂരിത് കുപ്പു കുന്റെ കുപ്പു കുത്ര കൂലായി കുണ്ടിട്ട് കുത്ര കൊടുത്തല്ലേ കൂമസ്കിണത്. കുന്നിങ്ങോട്ട് കുരിഞ്ഞു കൂക്കലുണ്ടോ? കുല്യ കുനക്കൊക്കെ കുന്തെങ്കിലും കൂശുണ്ടെയും കൂത്രം കുരും കുത്ര കുന്നെ. കൂടുതൽ കുംസാരിക്കണ്ട. കുന്ന കൂല്ല് കുക്കാതെ കുസാല കുലിച്ചിട്ട് കുരിക്കട. കുന്തക്കണ്ട കുശേഷങ്ങൾ. കുങ്കേട്ടാ, ഇന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഉണ്ണി കുന്റെ ക്രുണ്ട്. ഓ റേഡിയോ മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. കുറയാ കുന്നായിട്ട് കുറയാ. കൂടെ കൂക്കലുണ്ട്. കുസ് ഡബ്ല്യു കും ഡബ്ല്യു കുൽപ്പത്തേഴാം കുച്ച് കുറയാ. അപ്പൊ അവന് നന്നാക്കി പഠിക്കാൻ അവന്റെ കയ്യിലൊരു റേഡിയോ ഇല്ല. കുന്നാക്കി കുടിക്കാൻ കൂടിയോ കുല്ലാതിയാ കോൻ കൂടിയോ കുക്കാൻസും കുടിക്കണത് കുഷ്ടം. ഒരു റേഡിയോ ഇട്ട് വെക്കുന്ന ഒരു കാലിപ്പെട്ടി എനിക്ക് കിട്ടിയാലേ എന്റെ മേജിക് പെർഫോം ഉപയോഗിച്ച് ഞാൻ അവന് റേഡിയോ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലിപ്പെട്ടി കിട്ടിയ വലിയ ഉപകാരമാണ് കേട്ടാ. കൂടിയോന്റെ കുട്ടി കിട്ടിയ കൂജിക്കൂടെ കൂടിയോ ഉണ്ടാക്കും കുങ്ങനെ. അതൊരു കളിയല്ലേ കുങ്കേട്ടാ? കുന്തുകുളി.
അതൊരു കളിയാണെന്ന്. കുന്തുകുള്ളി ഇയാളെ കൊണ്ട് തോറ്റല്ലത്. ഒരു റേഡിയോ ടെക് ഒന്ന് പെട്ടി കിട്ടിയ വലിയ ഉപകാരമാണ്. കുകത്തുണ്ട് കുയ് കൊടുത്തോ. ആ കുപ്പോ കുസ്ത്രിക്കുട്ടി കൂടാക്കിച്ചുണ്ട് കുയ്യ് കുള്ളണ്ട. കുക്കപ്പാടെ കുലവരിയായി കൊടുക്കണേ. കൂകും കൂച്ചും കുസ്തുകും കുറേജ്മെന്റ് കുല്ലാത്തതാ പ്രശ്നം. കൂണ്ട കുമിയത്തുക്കൊരു കുല്യാണം കുഴിക്കാൻ കുത്തറിയോ കുൾക്കൊരു കുറഞ്ഞതാ കൂട്ടില. കുഞ്ഞി കുത്തുകുൽപ്പത്തഞ്ചു കോയിസായിട്ട് കൊണ്ട് കുല്യാണം കൂൾക്കാരോട് കുല്ലുട്ടൂലേ. കുട്ടിയോ കിട്ടി. കൂക്കേ ഓക്കെ. കൂയു സീ യു. കൂയ്. ബൈ. അപ്പോ കിട്ടിയോ? എടാ ആണുങ്ങൾ പോയി ചോദിക്കുമ്പോൾ ചോദിച്ചാ പെട്ടി കിട്ടുന്ന പിടി. ആ, ഇനി അപ്പുന്റെ മാജിക് തുടങ്ങ്. അങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റൂല. 1100 റുപ്യന്റെ സാധന. ഘട്ടമായിട്ടുള്ള മാജിക് ആണ്. കൊറേ ഘട്ടുണ്ട്. കുറെ ഘട്ടുണ്ട്. ആദ്യത്തെ ഘട്ടം ഞാൻ ഇതിങ്ങനെ പൊക്കി നോക്കുന്നു. അതെന്തിനാ? ഇതൊരു കാലിപ്പെട്ടിയല്ലേ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാരി നിറച്ച് കാലിപ്പെട്ടി റേഡിയോന്റെ വെയിറ്റ് ആക്കി തീർക്കണം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാരി നിറയ്ക്കാതെ ഒരു കാലിപ്പെട്ടി റേഡിയോന്റെ വെയിറ്റ് ആയി കിട്ടൂലല്ലോ. അത് നമ്മൾ എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം. റേഡിയോ എടുത്തിട്ടാലോ? എടാ പൊട്ട, റേഡിയോ കിട്ടാൻ വേണ്ടി നമ്മൾ കളിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ പഴയ ജനലിന്റെ കഷ്ടത്തിടുക. അത് നല്ല ഐഡിയ. നല്ല നമ്പർ. അതിട്. നല്ല വെയിറ്റും ഉണ്ടാവും. ഒന്നും കൂടെ ഞാൻ പൊക്കി നോക്കാം. പോരാ, എന്തെങ്കിലും 3-4 ചെറിയ ചെറിയ സാധനങ്ങൾ കൂടി വേണം. അത് നമ്മൾ എന്താ ചെയ്യാ? അതിനൊരു പണിയുണ്ട്. നമ്മൾ വെറുതെ വാങ്ങിക്കൂട്ടിയ തൊഴിൽ മാസികകളൊക്കെ ഉണ്ടല്ലോ, അതെടുത്തിട്ടാ മതി. അതവിടെ ഇട്ട് പൊടി പിടിച്ച് ഒരു കാര്യമില്ല. ഇതുള്ള ആൾക്കാരൊക്കെ നിശ്ചയിച്ചു പോയിണ്ടാവും അല്ലേ? ഇനി അത് സുന്ദരമായിട്ടൊന്ന് പൊതിയണം. ഇത് പൊതിയണം. നമുക്ക് ബ്രൗൺ പേപ്പർ എടുത്ത് പൊതിയാ. ബ്രൗൺ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടോ? എന്നാ നമുക്ക് പ്ലാസ്റ്റിക് കവറിനുള്ളിലിടാ. പ്ലാസ്റ്റിക് കവർ മേജിക്കിന് തീരെ പറ്റൂല. പ്ലാസ്റ്റിക് കവർ വേണ്ട. ഇന്നലത്തെ പേപ്പറിൽ ഞാൻ വായിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കരുത്. ഇത്രേ പേപ്പർ നല്ലൊരു ന്യൂസ് പേപ്പർ എടുത്ത് സുന്ദരമായിട്ട് പൊതി. ന്യൂസ് പേപ്പർ മതി. എന്നാലും ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്ത് വളരെ ഡീസന്റ് ആയിട്ട് പൊതിഞ്ഞു. ഉണ്ണി അത് പൊതിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കക്ഷത്തിൽ വെക്കുന്നു. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാണ്. അല്ലപ്പോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നല്ല മാജിക്? അല്ല, പിന്നെ എവിടുന്ന? നമുക്ക് സിറ്റി സ്റ്റാൻഡ് വരെ ഒന്ന് പോണം. എടാ അത് വേണോ? എന്റെ മാജിക് ഒക്കെ ഈ നാട്ടുകാരൊക്കെ കാട്ടാനായോ? അപ്പോൾ അങ്ങനെയായോ? മാജിക് പെർഫോമിംഗ് യാത്ര അനിവാര്യമാണ്. നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കാൻ നമ്മൾ സംസാരിക്കാതെ അങ്ങനെ സംസാരിച്ച് നമ്മൾ നേരെ ഇതൊന്ന് പിടിക്ക്. എന്താ ഉണ്ണി ഈ കീശ കഴിട്ട് ഇടക്കിടക്ക് തിരിച്ചു കളിക്കുന്നത്? എടാ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ആ 5 റുപ്യ, അത് കാണാനില്ല. ഉണ്ണി നമ്മളൊരു ബൈക്ക് പോവാട്ടെ, എന്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ കളിപ്പിക്കാൻ വെച്ചല്ലോ. ഞാൻ കളിപ്പിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോ ഈ എന്നെ കളിയാക്കിയത് സമാധാനമായില്ലേ? പൈസ എത്ര ദിവസം കൊണ്ടെടുക്കണം? 5 റുപ്യ. അത് ഒരു 5 റുപ്യ രണ്ടാളുണ്ട് കുറെ നേരം കളിക്കാൻ പറഞ്ഞിട്ട്. ശരിക്കും അവിടെ പോയി തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൈസ പോയിട്ട് പിന്നെ എന്ത് പറ്റൂ? സമാധാനമില്ലത്. എവിടെ പോയി പൈസ? ഞാൻ നിന്റെ കൂടെ. അതാ എന്റെ ചെവിന്റെ മുകളിൽ. അതാ പേടിച്ചു പോയിട്ടോ. ഉണ്ണി ഷർട്ടും പാന്റൊക്കെ ഉണ്ടായിട്ട് ഒരു 5 റുപ്യ കണക്ക് സ്ഥലമില്ലല്ലേ? ഇത് നിന്റെ കീശയിൽ വെച്ചോ? ഇതിങ്ങനെ എടുത്തു കളിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തു കളിച്ച് പോയി പോയിട്ടെ പിന്നെ എന്ത് വെച്ചു? ഇത് വെക്കാറ് സ്ഥലമില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടോ? വേണ്ട, ഇതിന്റെ കീശയിൽ നോട്ടെ. ഇടക്കിടക്ക് നോക്കി ഇന്നെ പേടിപ്പിക്കും. അവിടെ നോട്ടെ, അവിടെ ഉണ്ടാവും. നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തുന്നു. ബസ് സ്റ്റോപ്പിലെത്തിയ ഒരു ബസ് വന്ന് നിർത്തുന്നു. നമ്മൾ ഓടി. എന്താ അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റില്ലാവുന്നത്? കണ്ടക്ട് പൈസ വെച്ച് നമ്മൾ എന്താ ചെയ്യാ? എടാ എന്റെ അടുത്തൊരു 5 റുപ്യല്ലേ? അതിയപ്പൊ നിന്റെ കയ്യിൽ തന്നില്ലേ? അതെടുത്ത് കളിച്ച നമ്മളെ മേജിക് പെർഫോമിംഗ് കംപ്ലീറ്റ് തകരും. 5 റുപ്യ കൊടുക്കാൻ പാടില്ല. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മൾ പിന്നിക്കൂടിയല്ലേ കേറുക. ഞാൻ ഈ പെട്ടിയായിട്ട് ലേഡീസിന്റെ ഭാഗത്തേക്ക് ഒരൊറ്റ നടത്താ. അവിടേക്കാൻ പോയിക്കോളാം. എന്നാൽ അപ്പു പോകുന്നു. അപ്പുനോട് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ പൈസ ചോദിക്കുമ്പോ അപ്പു പറഞ്ഞാ മതി പിന്നിലുണ്ട്. എന്റെ അടുത്തെത്തുമ്പോ ഞാൻ പറയും മുന്നിലുണ്ട്. അത് നല്ല നമ്പറാട്ടോ. 2 സ്റ്റോപ്പല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയൊന്നല്ല. ഞാനൊരു മേജിക്കാരനല്ലേ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മേജിക് കൊണ്ട് എനിക്കൊരു ഉപകാരമൊക്കെ വേണ്ടേ? അത് വേണോ? ഞാനെന്താ ചെയ്യാറിയോ? എന്റെ ഒരു അമ്മന്റെ മരുന്നിന്റെ ഷീറ്റ് ഞാൻ എപ്പോഴും കീശ കൊണ്ട് നടക്കുന്നത് കാണല്ലേ? എന്റെ അമ്മേന്റെ മരുന്നിന്റെ ഷീറ്റ് അത് മെല്ലെ അങ്ങോട്ട് പുറത്തെടുക്കും. 2.1 അയാൾ ഞെട്ടിപ്പോട് 50 രൂപ ചില്ലറില്ല പറഞ്ഞ് ഇങ്ങോട്ട് തരൂ. നല്ല നമ്പർ ഇട്ടത്. പക്ഷെ അത് വേണ്ടടാ. എന്റെ അമ്മേന്റെ മരുന്നിന്റെ ഷീറ്റല്ലേ, അതുകൊണ്ട് കളിക്കണ്ടടാ. അത് വേണ്ട. എന്താ അപ്പോ? അപ്പോ അപ്പോ ഞാൻ 2 മിനിറ്റിന്റെ അമ്മന്റെ അടുത്ത് എത്തിപ്പാടാ. റിലാക്സ് അമ്മ, റിലാക്സ്.
ഇയല്ല മാജിക്കാരെ ഇയെന്നെ പറയും. നീ പറഞ്ഞ അതേ ഐഡിയകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നേരെ സിറ്റി സ്റ്റാൻഡ് പോയി ബസ് ഇറങ്ങുന്നു. സിറ്റി സ്റ്റാൻഡ് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ആൽമരം ഉണ്ട്. ആൽമരം കണ്ടില്ല? ആൽമരം ഇല്ല. ആ ആൽമരം കഴിഞ്ഞ ആഴ്ച വെട്ടി. അപ്പൊ അവിടെ എന്താ അറിയോ, കീശയിലിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഫോണില്ലേ, അതിന്റെ പരസ്യത്തിന്റെ ബോർഡാ. ആ ബോർഡിന്റെ തൊട്ട് നമ്മൾ മാജിക് പെർഫോം ചെയ്യുന്നില്ല, ഒന്നും നടക്കൂല. നമ്മളവിടെ നടക്കുന്നു, നടന്ന് 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 ഒരു ജംഗ്ഷനിലെത്തുന്നു. ആ ജംഗ്ഷന്റെ പേരെന്താ? മഹാത്മാഗാന്ധി ജംഗ്ഷൻ. മഹാത്മാഗാന്ധി ജംഗ്ഷനിൽ നമ്മൾ നടത്തം നിർത്തുന്നില്ല, വീണ്ടും നടക്കുന്നു. നടന്ന് നടന്ന് മറ്റൊരു ജംഗ്ഷനിലെത്തുന്നു. ആ ജംഗ്ഷന്റെ പേരെന്താ? ഇന്ദിരാഗാന്ധി ജംഗ്ഷൻ. ഇന്ദിരാഗാന്ധി ജംഗ്ഷൻ തുടങ്ങുന്നിടത്തിൽ രണ്ടാക്കും മാത്രം നടന്നു പോകാൻ പറ്റിയൊരു വഴി. ആ വഴി ചെന്ന് മുട്ടുന്നത് എവിടെയാ? അത് വേറെ റോട്ടുമ്മ കയറും. അല്ല, ആ വഴി തുടങ്ങുന്നിടത്തിൽ ആദ്യം കാണുന്ന ഒരു മുറുക്കാങ്കട. അവിടെ നോക്കിയാ മുറുക്കാങ്കട കാണൂല. മുറുക്കാങ്കട കാണും. ഇന്ദിരാഗാന്ധി ജംഗ്ഷൻ മുറുക്കാങ്കട കാണൂല. മുറുക്കാങ്കട കാണും. ഞാൻ ശരിക്ക് പറഞ്ഞത് ശരിക്ക് കണ്ടോ? ആദ്യം കാണുന്നത് ഇങ്ങനെയൊരു റെയിലാണ്. അവിടെ ഇങ്ങനെയൊരു റെയിലുണ്ട്. അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ മുറുക്കാങ്കട കാണാ. കണ്ടോ? അത് കഴിഞ്ഞിട്ടൊരു കേസരി പീടില്ലേ? കേസറ്റ് പീടിയ. അത് കഴിഞ്ഞിട്ടൊരു തുണിപ്പീടില്ലേ? തുണിപ്പീടുണ്ട്, റെഡിമെയ്ഡ്. അത് കഴിഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അതെന്താണ്? അത് കഴിഞ്ഞിട്ട് റേഡിയോ ഷോപ്പ്. റേഡിയോ ഷോപ്പ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഇടവഴിയിലൂടെ ആരെങ്കിലും ആ റേഡിയോ ഷോപ്പിലേക്ക് പോകുന്നുണ്ടോ നോക്കി നട്ട വേലത്ത് വിശപ്പും താവൊക്കെ സഹിച്ച് നമ്മൾ ഈ റെയിലും പിടിച്ചിങ്ങനെ നിൽക്കാടാ. ഇത് മാജിക്കാ? ഇത് എത്രാമത്തെ ഘട്ടാ? ഇത് 4 ഘട്ടാ. ഇനിയും കൊറേ ഘട്ടുണ്ട്. ഇനി ഒരുപാട് ഘട്ടുണ്ട്. എടാ അപ്പോ എന്നോട് ഞാൻ കൊറേ നേരം എടാ പറയണം വിചാരിക്കണോ? എടാ നമ്മളടുത്ത് ഒരു 5 ഉറുപ്പില്ലേ? വല്ലാണ്ട് ദാഹിക്കണടാ. നമുക്ക് ഓരോ നാരങ്ങ സോഡ കുടിക്കുക. 5 ഉറുപ്പ്യ തീർന്നു പോലടാ. ഈ പെട്ടി കൊണ്ടാ. ഒരു കാര്യം ചെയ്യ്, ആ പൈപ്പ് പോയി കുടിച്ചോ. എന്തൊക്കെ ഇനിയും വിളിക്ക്. ഇങ്ങോട്ടാരും പോകുന്നുണ്ടോ? ഞാൻ നോക്കാലോ. ഇങ്ങോട്ട് വാ. പെട്ടി പെട്ടി അതാ പോണ ഒരാള്. മുറുക്കാൻ കട കേറിയില്ല. വിരല് ചൂണ്ടല്ലേ? അതാ കേസരി പിടി കേറിയില്ല. വിരല് ചൂണ്ട. റേഡിയോ ഷോപ്പ് കേറിയില്ല. അതാ റേഡിയോ ഷോപ്പ് കേറി. റേഡിയോ ഷോപ്പ് കേറി. എടാ അപ്പോ അയാൾ റേഡിയോ എടുത്തുട്ടോ. മാജിക് തുടങ്ങ്. തുടങ്ങ്. അത് നമ്മളെ കമ്പനിന്റെ റേഡിയോ അല്ല. നമ്മളെ കമ്പനിന്റെ അതേ വലിപ്പം വേണോ? നമ്മളതേ കമ്പനിന്റെ വലിപ്പം വേണം, അല്ല മാജിക് നടക്കൂല. അതാ ഒരാള് വരുന്ന. അയാൾ ശരിയാവാൻ നോക്ക്. എവിടെ? അതാ വേല ചൂണ്ടല്ലേ? അതാ അയാളങ്ങോട്ട് പോയി. അയാളെടുത്തത് ഏകദേശം നമ്മളെ വലിപ്പട്ടോ. തുടങ്ങിക്കോ, മാജിക് തുടങ്ങിക്കോ. തുടങ്ങ്. അതായത് പ്ലാസ്റ്റിക് ഇട്ടില്ലേ? പ്ലാസ്റ്റിക് ഇട്ട മാജിക് നടക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉണ്ണിയെ, പ്ലാസ്റ്റിക് ഇട്ട മാജിക് നടക്കൂല. ഇനിയിപ്പോ നമ്മളെ പേപ്പർ വേണം, അല്ലാതെ നടക്കൂല. ഇതൊന്നും നടക്കൂല. അപ്പോ ഞാൻ പോവാ. രാവിലെ മുതൽ നിക്ക. റേഡിയോ അങ്ങോട്ടില്ല, ഒരു വെള്ളം വാങ്ങി തരില്ല. പോടുന്നു. ഇതിപ്പോ നിന്റെ പരിപാടിയും കൂടി എന്റെ പരിപാടിയൊക്കെ മാറ്റിയോ? നിക്കവിടെ, എണീറ്റ് നിക്ക്. അങ്ങേ ഇങ്ങോട്ട് നോക്ക്. ഇതാ വേറൊരാള്. അയാൾ നേരെ റേഡിയോ ഷോപ്പിൽ കയറി. നോക്കുന്നേ, ഇത് നല്ല അവസരമായിട്ട് നമ്മളെ അരിയാണിത്. നോക്ക്. ഇനിയിപ്പോ നമ്മളെ വലിപ്പം വേണ്ടേ? നമ്മളതേ വലിപ്പമുള്ള റേഡിയോ എടുത്താ തിരിച്ചു മറിച്ചെങ്കിൽ നോക്കുന്ന. ശരിക്കും നോക്ക്. കണ്ടോ? ഇനിയിപ്പോ നമ്മളെ പേപ്പർ വേണ്ടേ? അതാ ന്യൂസ് പേപ്പർ പൊതിഞ്ഞ്. ശരിക്കും നോക്ക്. ഇത് നല്ല അവസരാട്ടോ. ശരിക്കും നോക്ക്. എടാ, ഇതിലും ബോംബ് പൊട്ടിയൊരു കുട്ടി മരിച്ചു, അതിലും ബോംബ് പൊട്ടിയൊരു കുട്ടി മരിച്ചു. ഒരേ പേപ്പർ. ഇത്ര നല്ല അവസരം ഉണ്ടാവില്ലട്ടോ. തുടങ്ങടാ മാജിക്. തുടങ്ങ്. ഉണ്ണി, അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നോട്ടം കൊടുക്കരുത്. ഞാൻ അപ്പല്ല നീ ഉണ്ണിയല്ല, നമ്മൾ തമ്മിൽ ഒരു പരിചയം. മാറിക്കോ. ഐഡിയ അല്ലേ? ഐഡിയ മാറിക്കോ. എടാ അപ്പോ ഞാനും ഉണ്ണിയല്ല, ഈ അപ്പു അല്ലല്ലേ? ഞാൻ അപ്പല്ലോ, നീ ഉണ്ണിയല്ല. പറഞ്ഞു ആളെ കേൾപ്പിക്കാഞ്ഞാ മതി. ഉണ്ണിയേ, ഞാൻ ഉണ്ണിയല്ല. ഉണ്ണിയേ, ഞാൻ ഉണ്ണിയല്ല. അയാൾ ആ ഹോട്ടലിൽ കയറി. എടാ, അത് വലിയ ഹോട്ടലല്ലേ? സാരല്ലടാ, റേഡിയോ കിട്ടൂല എന്നല്ലേ ഉള്ളൂ. നമുക്ക് നമ്മളെ റൂമിലേക്ക് പോവുക. നമ്മൾ ഏതായാലും വന്നില്ലടാ, ഒന്ന് പോയി നോക്കുക. എടാ അപ്പോ ഇതാട്ടോ അയാള് കേറിയ ഹോട്ടലിന്റെ വാതില്. ഇത് വലിയ ഹോട്ടലാട്ടോ. ഉമ്മ കയറാൻ പറ്റുമെന്ന് തോന്നില്ല. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ അടുത്ത് ഒരു 5 ഉറുപ്പില്ലേ? നമുക്ക് ഓരോ കാലിച്ചായ കുടിക്ക. നമുക്ക് ഒരു ചായ കുടിക്കാടാ. ഒരു ചായ കുടിക്കാം. ഈ വേറെന്തോ പറയോ? ഞാനൊന്നും പറയില്ലടാ. നമ്മള് 2 കൽപ്പിച്ച് കേറടാ. കേറോ? അമ്മേ. നേരെ നിന്നോ. എടാ അപ്പോ വേഗം വാ, വേഗം വാ, വേഗം വാ. നമുക്ക് അയാളെ നേരെ മുന്നിൽ തന്നെ ഇരിക്കാം. അതാ എന്തൊരു തണുപ്പാതിന്റെ ഉള്ളിലല്ലേ? AC-യാ. ഇവിടെ കംപ്ലീറ്റ് ടൈൽസിന്റെ കളികളല്ലേ എല്ലായിടത്തിലുണ്ട്. എടാ അപ്പോ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എല്ലാരും പൊറാട്ടയും ചാപ്സുവാ.
ഇത് പൊറാട്ടയും ചാപ്സും ഒക്കെ വിൽക്കുന്ന ഹോട്ടലാട്ടോ. ചായ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എത്ര ആൾക്കാരാ? എടാ അപ്പോ അങ്ങോട്ട് നോക്ക്, അവിടെ ചെറിയൊരു ബൊമ്മേനെ കണ്ടോ? എവിടെ? അതാ, അതൊരു കോഴി തിന്നുക. ആ ബൊമ്മല്ലുണ്ണിയ ജീവുള്ള ഒരു കുട്ടിയല്ലേ? പാവല്ലേ അയാള്, ബൊമ്മേനെ പോലെ വളർത്തുക. അയ്യോ, അപ്പോ ഇപ്പൊ ശരിക്കും നോക്ക്, അതൊരു എല്ല് വലിച്ചെറിഞ്ഞോ? അതിന്റെ മുകളിൽ ഇഞ്ഞ ഇറച്ചിണ്ടടാ. തിന്നാ അറിയാത്തവർക്കാണ്ട് എല്ലാരും വാങ്ങിക്കൊടുക്കുമ്പോ ആരും ഒന്നും വാങ്ങി തരൂല. പാവല്ലടാ, ചെറിയ കുട്ടിയല്ലേ, എത്രയോ ഇറച്ചിയുള്ളത്. ഇത് കണ്ടോ, ഒരു വയസ്സൻ കോയിന്റെ കാല് പിടിച്ച് അയാൾ മൂക്കിന്റെ മുകളിലൊക്കെ ആക്കി. ഞാൻ അങ്ങനെയൊന്നല്ല തിന്ന. ഞാണെങ്കിൽ അതൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവൂടാ. എടാ അപ്പൊ എന്നെ വെയിറ്റർ നോക്കണടാ. ഒരു ചായക്ക് അറിയല്ലേ? ഒരു ചായ. എടാ അപ്പോ നമ്മളാളും പൊറാട്ടയും ചാപ്സ്. എത്ര പൊറാട്ടയത്? 8 പൊറാട്ട ഒരാളും. ഇയാൾക്ക് എങ്ങനെയാ തിന്നുന്നത്? പൊറാട്ട ഇങ്ങനെ കുത്തിരിഞ്ഞ് ഇങ്ങനെ തിന്നല്ലേ? ഈ പൊറാട്ട ശരിക്കും ഇങ്ങനെയൊന്നല്ലടാ തിന്ന. ഈ പൊറാട്ട ശരിക്കും എന്താ ചെയ്യണ്ടറിയോ? ഈ പൊറാട്ടേനെ എങ്ങനെ എടുത്തിട്ടേ പീസ് 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 പീസാക്കി ഇട്ടിട്ട് അതിലേക്ക് കൂട്ടാ അങ്ങനെ ഒഴിച്ചിട്ട് സ്റ്റാറ്റസ് ഒന്നും നോക്കിയിരിക്കാറില്ലടാ. ഞാൻ എന്നോട് കാര്യം ചോദിക്കാൻ പോവാ. നമ്മളെ അടുത്ത് ഭാഗത്തിരിക്കുന്ന ആളെ പ്ലേറ്റുള്ള ഇറച്ചിയോ വലുത്? നമ്മളെ വലത് ഭാഗത്തിരിക്കുന്ന ആളെ പ്ലേറ്റുള്ള ഇറച്ചിയാണോ വലുത്? എടാ അപ്പോ അത് നമ്മളിരിക്കണേന്റെ പോലെയാടാ. ഇടത്തു ഭാഗത്തിരിക്കുമ്പോ തോന്നും ഇടത്തു ഭാഗത്ത് ഇറച്ചിയാ വലുതെന്ന്, വലത്തു ഭാഗത്തിരിക്കുമ്പോ തോന്നും വലത്തു ഭാഗത്തതാന്ന്. അത് നമ്മൾ എങ്ങനെയാ ഇരിക്കണ വെച്ചാ അതേപോലെയാ. അതിനെന്തിനാ അപ്പോ ഈ ഇങ്ങനെ കരയണേ? വിശന്നിട്ട് വയ്യ. നടക്ക്, ഞാൻ അയാളെ കയ്യിൽ നിന്ന് ഒരു പൊറാട്ട എടുത്തു തരട്ടെ. അയാൾ എങ്ങോട്ടെ തിരിയുന്നുണ്ടോ നോക്കടാ. അയാൾ കാല് ചൂരിയ എടുക്ക്. തല താത്ത് ഡൗട്ട് കൊടുക്കും. ഇത് വിശപ്പാനും കൂടും ചെയ്തു, ഒന്നും ആയതുമില്ലല്ലേ. വെയിറ്റർ ചായ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നേരിരുന്നോ? നീ കുടിച്ചോ? എനിക്ക് ശരിക്കും ഈ ചായ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ. നീ കുടിച്ചോ? എനിക്കിത് നീ കുടിച്ചോ? എനിക്ക് ശരിക്കും ഈ ചായന്റെ മണൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ. നീ കുടിച്ചോ? എനിക്കിത് നീ കുടിച്ചോണ്ണിയാ? വേണം കുടിച്ചോ പറഞ്ഞില്ലേ. ഒരു ചായക്കാരൻ വന്നിക്കണു, എനിക്ക് വേണ്ടഞ്ഞിട്ടല്ലേ. ഞാൻ കുടിച്ച്. നീ കുടിച്ചോ? അനക്ക് ശരിക്കും മതിയായിടാ. നീ അയാൾ ഇവിടുന്ന് എണീറ്റ് പോകണ്ട, എന്നാലേ നമ്മളെ മേജിക്ക് നടക്കുള്ളൂ. ആളതാ കയ്യെഴുകാൻ പോയി. എവിടെ? അതാ. നിന്റെ പെട്ടി എവിടെ? ഇതാ. അയാളെ പെട്ടിയോ? അതാ. ഇതാണ് അപ്പോ എന്റെ മാജിക്. ഇനി ഇവിടെ ഇരുന്നാ ശരിയാവില്ല കേട്ടോ. ബില്ല് ഇവിടെ കൊടുത്തോളൂ. ആള് നോക്കണോ, ഓടിക്കണോ. അടുത്ത ഒരു രംഗം കൂടിയുണ്ട് ഈ നാടകം ഇവിടെ പൂർണ്ണമാകാൻ. ലേഡീസ് ആൻഡ് ലേഡീസ് ആൻഡ് ലേഡീസ്. പ്രിയപ്പെട്ട കാണികളെ, പ്രൊഫസർ അപ്പുക്കുട്ടൻ അവതരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കൊരിത്തരിപ്പിക്കുന്ന മാജിക് പെർഫോം ചെയ്യാം. എടാ അപ്പോ ഈ സ്ക്രൂ ഡ്രൈവറിന് എത്ര റുപ്യ കൊടുക്ക? അതിന് ഒരു 5 റുപ്യ കൊടുക്കാം. 5 റുപ്യ കൊടുക്കല്ലേ? ഞാൻ എല്ലാരും കാണിച്ചു, എല്ലാരും പറയാം 8 റുപ്യ കൊടുക്കാന്ന്. നമ്മളടുത്ത് അവിടെ 8 റുപ്യ, നമ്മളടുത്ത് 5 റുപ്യല്ലേ ഉണ്ടായിരുന്നേ. 2 റുപ്യക്ക് നമ്മള് ചായ കുടിച്ചു. ബാക്കി എത്ര റുപ്യ? 3 റുപ്യ. 3 റുപ്യ. ഇതിന് ഞാൻ 2 റുപ്യൊക്കെ എടുത്തുള്ളൂ. അത് വിടലാട്ടോ. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടടാ. എന്നാല് ബാക്കി 1 റുപ്യോടെ പോയി. നീ എന്താ ഒന്നും മിണ്ടാത്ത്? ഇന്നെ ചീത്ത പറയോ? എന്തോ ഒപ്പിച്ച് വന്നല്ലേ? ഓ, ഒന്നും ഒപ്പിച്ചിട്ടൊന്നുമില്ല. ഓ, ഭൂട്ടാൻ സ്റ്റേറ്റ് ലോട്ടറി. നിന്റെ ഈ സ്വഭാവം എന്ന് നിർത്തുന്ന നീ നന്നാവും. എടാ 2 പൊറാട്ട നമ്മളത്ര കളിച്ചടാ. ഞാൻ അത് നന്നാക്കട്ടോ, ഇന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ മതി. ഓ അല്ലപ്പോ ഇതിപ്പോ എന്ത് നന്നാക്കാനാ? ഇത് പുതിയ റേഡിയോ അല്ലേ? എടാ അത് കുത്തിപ്പൊളിച്ചതിന്റെ കുടലും മാരിയും കുറച്ചൊക്കെ വാരി പുറത്തോട്ട് കുത്തി തിരിച്ച് നന്നാക്കടാ. SWMW. എടാ അപ്പൊ ഒരു പുസ്തകത്തിൽ വെറുതെ എഴുതിയതട്ടോ, അതില് പച്ചവയറൊന്നുമില്ല. പച്ചയും മഞ്ഞയും നോക്കണ്ട, വയറുണ്ടോ നോക്കിയാ മതി. എടാ ഉണ്ണിയെ, നല്ലൊരു മേജിക് ഉണ്ടറാ. ഒരു 10 പൈസ നാണയം കൈഞ്ഞറമ്പ് കൂടെ തുളച്ചു കയറുന്ന മേജിക്ക്. അത് ഇന്നലെ കാണിച്ച് പൊട്ടിപ്പോയതല്ലേ? എന്നാൽ ഇന്ന് കാണിച്ച പൊട്ടൂല.
ചില മജിഷ്യന്മാര് പൈസ ഇങ്ങനെ മേലോട്ട് ചൊണ്ണും, എന്നിട്ട് അതാ വീണു, വീണു. വീഴും, എന്നിട്ട് ഇങ്ങനെ ഉരയ്ക്കും, അതാ പിന്നെ വീണു, പിന്നെ വീഴും, എന്നിട്ട് ഇങ്ങനെ ഒരച്ചരച്ചരച്ചരച്ച് മേൽപോട്ട് പോയി, കാണാനില്ല, കൈ കാണാനില്ല, അതാ പോയി, പൈസ പോയി, എങ്ങോട്ടാ പോയത് എനിക്ക് തന്നെ അറിയില്ല. എന്നാ അതൊന്ന് പുറത്തേക്ക് എടുക്ക്. ഇതാണ് എന്റെ ഉള്ള തകരാറ്. അറിയില്ല, അറിയാനിട്ടൊന്നല്ല, അതിനോട് മറന്നുമില്ലേ. ഇതാ മാജിക്. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. കിട്ടിയില്ലൊന്നും പറയരുത്, ഇല്ല, ചിലപ്പോഴേ കിട്ടുള്ളൂ. ആദ്യം തന്നെ പൈസ കിട്ടാൻ വേണ്ടി വലത്തെ കയ്യിൽ ഇങ്ങനെ ഉരയ്ക്കും, ഉരച്ചരച്ചരച്ച് രണ്ടാമത് ഇങ്ങനെ ഉരച്ചരച്ച് രണ്ടാമത് അതാ പൈസ കിട്ടി കിട്ടി. ഇപ്പൊ ഈ കുറച്ച് കുറച്ച് പ്രൊഫസറായി വരുന്നുണ്ട്. ശരിയാവുന്ന കണ്ട്. ഇനി ഞാൻ പുസ്തകത്തിൽ ഇവിടെ വേറെ നമ്പർ ഉണ്ടാ. അതാ ഇതാ ചിത്രം വരച്ചിട്ടുണ്ട്. എടാ, ഒരു കയറും ഒരു തൂണും കിട്ടിയിട്ട് ഇപ്പൊ കാണിച്ചതാ. അതാ നമ്മള് റേഡിയോ കെട്ടിക്കൊണ്ടുവന്ന ചരടതാ. ചരട് കിട്ടി, പക്ഷേ തൂണുവാണല്ലോ. തൂണില്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? തൂണിനിപ്പോ എന്താ ചെയ്യാ? നിന്റെ കൈ മതിയാവോ? കയ്യേ തൽക്കാലം അങ്ങനെ ചെയ്യല്ലേ. ശരിക്കും സ്റ്റേജിൽ എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ കുരുക്കിട്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് ശ്വാസം മേൽപോട്ട് പിടിച്ച് റെഡി 1 2 3 എന്ന് പറഞ്ഞ് നമ്പറൊക്കെ ചൊല്ലി അതിനിടയ്ക്ക് എന്റെ അപ്പോ ഇപ്പൊ ഈ ശരിക്കും പ്രൊഫസറായിണ്ടടാ. പക്ഷെ ഈ നമ്പർ ഞാൻ സ്റ്റേജിൽ കാണിക്കും മുന്നിന്റെ കൈ ഒരു തൂണ എനിക്ക് കിട്ടൂല. അതിനെന്താ ഇന്നും കൂടെ കൊണ്ടുപോയാ പോരെ? അത് മേജിക്കിന് പാരയാകൂലേ. ഞാനെന്താ ചെയ്യാന്നറിയോ? ഈ കയറിങ്ങനെ നിവർത്തിപ്പിടിച്ച് അത് സാവധാനത്തിലെ കഴുത്തിലേക്ക് മാറ്റി ഇങ്ങനെ കുരുക്കിട്ട് ചുറ്റിക്കെട്ടി ശ്വാസം മേൽപോട്ട് വലിച്ച് റെഡി 1 2 3 എന്ന് പറഞ്ഞ നമ്പറുകളൊക്കെ ചൊല്ലി താളത്തിൽ ചൂട് വെച്ച് ഒരു പ്രത്യേക ശ്വാസത്തിന് അപ്പോ 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 അണക്കെന്തേ പറ്റിയടാ? എടാ അണക്കെന്തേ പറ്റിയ? ഞാനവിടെ ഒറ്റയ്ക്കാവുക. ഇതാ ഞാൻ പറയണത്, ഈ മാജിക് തീരെ ശരിയല്ലാന്ന്. ഇതിങ്ങനെ അറിയാണ്ട് കുരുങ്ങിപ്പോയതല്ല, ഇങ്ങനെ കുരുങ്ങലൊന്നും ഇല്ലല്ലോ. എടാ അപ്പോ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു റേഡിയോ ഇല്ലേ? നിനക്ക് റേഡിയോ മെക്കാനിസ്റ്റ് ആയിക്കൂടെ? ഞാനിപ്പോ സംസാരിക്കുമ്പോ എന്താ തകരാറുണ്ടാ? നീ ഒന്ന് സംസാരിച്ചു നോക്ക്. ഇപ്പൊ സംസാരിക്കുമ്പോ എന്താ തകരാറുണ്ടോ? ഒന്നും കൂടി പറയ്. ഞാനിപ്പോ സംസാരിക്കുമ്പോ എന്താ തകരാറുണ്ടോ? ഇപ്പൊ എന്തോ ഒരു തകരാറുണ്ടടാ. ഉണ്ണേ, ഏതായി കത്ത്? ഏതായി പെൺകുട്ടി? ആ കത്തെടുക്കല്ലേ. ആദ്യം അപ്പു വായിച്ചത് മതി. ഉണ്ണിന്റെ വായന പദ്ധതിയുള്ള കമ്പിളി ഞാൻ പൊളിക്കും. കത്തും കമ്പിയും പെൺകുട്ടിയെ കത്തയക്കുന്ന പണിയല്ല എനിക്ക്. അത് ശരി, ഇന്നെല്ലാം ഞാൻ പൊളിക്കടാ, ശരിയായി തരാം. അമ്മേ, എനിക്ക് ജോലി കിട്ടി. ഞാനിപ്പോൾ ഇവിടെ മെക്കാനിക്കൽ റേഡിയോസിന്റെ ഏരിയ മാനേജറാ. എനിക്കിവിടെ പരമസുഖം തന്നെ. ആകെയുള്ള ദോഷം വിട്ടുമാറാത്തൊരു ജലദോഷ. കമ്പനിയുടെ മാനേജർ ആയതുകൊണ്ട് AC റൂമിലിരിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. അഥവാ AC ഓഫ് ചെയ്താലോ എന്നെ കാണാൻ വരുന്നവർക്ക് ചൂടാവും. ആകെയുള്ള സ്വാതന്ത്ര്യം സ്വന്തം മുറിയിലായിരുന്നു. കുറച്ചു ദിവസമായി അതും നഷ്ടപ്പെടുന്നു. കൂടെ ഒരു സുഹൃത്തുണ്ട്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. 4ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ച വടക്കേതിലെ പെരച്ചന്റെ മകൻ അപ്പു. അവനിപ്പോൾ ഇവിടെ പെർഫോമിയ ആൻഡ് പെർഫോമിയ എന്ന കമ്പനിയുടെ പ്രൊപ്പറൈറ്ററാണ്. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് തോന്നുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഓരോന്നോരോന്നായി തീരുകയാണമ്മേ. ശമ്പളം കിട്ടിയാൽ ഉടൻ ഞാൻ നാട്ടിലേക്ക് അയച്ചു തരാട്ടോ. സുമേ, നിനക്ക് ഞാൻ വരുമ്പം ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ കൊണ്ടുവരാം. അമ്മയ്ക്ക് പ്രഭാതഗീതം കേൾക്കാൻ പോക്കറ്റ് റേഡിയോ മതിയാകുമോ? ദീനു എടുത്തിയ പ്രസവത്തിന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടട്ടോ. ഞാനിവിടെ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. പ്രസവം ഇവിടെ വെച്ച് നടത്തുന്നതിൽ അളിയന് വിരോധമുണ്ടോ എന്നമ്മ പ്രത്യേകം അന്വേഷിക്കണം. കഴിഞ്ഞ കത്തിൽ അടുക്കളയുടെ മുകളിൽ തെങ്ങ് വീണ ഭാഗം അമ്മ സൂചിപ്പിച്ചിരുന്നില്ലേ? തൽക്കാലം അതൊന്നും ചെയ്യണ്ട. പുതിയ പ്ലാൻ പാസ്സാവട്ടെ. അമ്മ ഗോപാലൻ വൈദ്യരുടെ മരുന്നൊക്കെ നിർത്തിക്കൊള്ളൂട്ടോ. നമുക്കിവിടെ എല്ലാം സ്കാൻ ചെയ്യാം. നഗരജീവിതം ആകെ പ്രശ്നമാണമ്മേ. ഹോട്ടൽ ഭക്ഷണം കണ്ടു മടുത്തു. ആകെയുള്ള ആശ്വാസം അമ്മ തന്ന അച്ചാറായിരുന്നു. കഴിഞ്ഞ ദിവസം അതും മോഷണം പോയി. ഇനിയും എന്തൊക്കെയോ എഴുതണമെന്നുണ്ട്. സമയവും സ്ഥലവും അനുവദിക്കുന്നില്ല. ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് തന്നെ മടങ്ങിയാലോ എന്ന് ഉണ്ണേ. അങ്ങനത്തെ കത്ത് നാട്ടിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അനിട്ട പ്രാദേശിക വാർത്തകൾ സമാപിച്ചു. എടാ, ഇത് ശരിയാടാ. ചിലപ്പോ ഇതിന്റെ ഏതെങ്കിലും ഒരു വയറ് വിട്ടുപോയതേക്ക്. അതാ തൊഴിലവസര വാർത്ത ഉണ്ടാക്കുമ്പോ എഴുതി അറിയിക്കാം. മെല്ലെ വെക്ക്. പോയി ഒന്നുകൂടി ചവിട്ടിയാലോ? ചവിട്ടിയ പൊടിഞ്ഞു പോകുന്ന മെല്ലെ വെക്ക്. മെല്ലെ വെക്കുണ്ണി. അവിടെ ആകാശവാണി കോഴിക്കോട് കൗതുക വാർത്തകൾ. എടാ, കൗതുക വാർത്തകൾ നല്ല പരിപാടി കേട്ടോ. വായിക്കുന്നത് രാമചന്ദ്രൻ. പക്ഷെ ഇയാള് കൊറേ കാലായില്ലേ? അയാൾക്ക് നല്ല ശബ്ദം, അതുകൊണ്ട് അയാൾ മാറാത്തത്. കൗതുക വാർത്തയിലെ ആദ്യത്തെ കൗതുകം നടക്കുന്നത് ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്തു തന്നെയാണ്.
അമേരിക്കയിൽ അമേരിക്ക ഇവിടെ അടുത്തോ? അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഒരു ഇന്ത്യൻ കുടുംബത്തിലെ യുവാവാണ് കഥയിലെ നായകൻ. ഇദ്ദേഹം ചെയ്തത് എന്തെന്നല്ലേ? തന്റെ തലച്ചോറ് അമേരിക്കയിലെ ഒരു പ്രശസ്ത കമ്പനിക്ക് പണയം വെച്ചു. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്? മറ്റൊന്നിനുമല്ലായിരുന്നു, ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ മാത്രം. അയ്യോ, നമ്മളെ കാടും കഷ്ടം. കൗതുക വാർത്തയിലെ രണ്ടാമത്തെ കൗതുകം നടക്കുന്നതും ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്തു തന്നെയാണ്. വടകരയ്ക്കും ജപ്പാനിൽ. ജപ്പാനൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ജപ്പാനിലെ ഷിക്കക്കായ് എന്നൊരു കഷണ്ടി യുവാവ് തന്റെ ഓഫീസിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഷിക്കക്കായുടെ തലയിൽ കാക്ക കാഷ്ടിച്ചത്. കാക്ക കാഷ്ടിക്കുന്നത് സാധാരണമാണല്ലോ. സാധാരണ. എന്നാൽ കാക്ക കാഷ്ടിച്ച പിറ്റേ ദിവസം മുതൽ ഷിക്കക്കായുടെ തലയിൽ മുടി മുളച്ചു. ഇപ്പോൾ ജപ്പാനിലെ മുടിയില്ലാത്ത മുഴുവൻ കഷണ്ടി യുവാക്കളും കാക്കകാഷ്ടത്തിന് പിറകെ ഓടുകയാണ്. എടാ അപ്പോ ഇത് നല്ലൊരു സ്വയം തൊഴിൽ പദ്ധതി കേട്ടോ. ജപ്പാനില് കാക്കല്ല, സിംഗപ്പൂരിൽ ആദ്യേ കാക്കല്ല, ഇവിടെയാണ് കണ്ടമാനം കാക്കകളുണ്ട്. നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് ജപ്പാനിലേക്ക് സിംഗപ്പൂരിലേക്ക് ഇങ്ങനെ അടിച്ചാലോ? എന്ത് കാക്കക്കാട്ടം? എടാ, കാക്കക്കാട്ടം വരാൻ പോലെ അതിന് ഇപ്പുള്ള ടാക്സ് ഇരട്ടി ഇത് കേൾക്കാൻ നോക്ക്. കാക്കക്കാട്ടം വരാൻ പോണ്. കൗതുക വാർത്തയിൽ അവസാനത്തെ കൗതുകം നടക്കുന്നതും ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്തു തന്നെയാണ്. ഓ, അമേരിക്കയിലേക്കും. കോഴിക്കോട്. എടാ, നമ്മളെ നാട്ടില്. നമ്മളെ നാട്ടിലെന്ത് കൗതുക? വയനാട്ടിൽ നിന്നും മത്ത എന്നൊരാൾ കുരുമുളക് വിൽക്കാനായി കോഴിക്കോടെത്തി. വയനാട്ടിൽ നിന്ന് വരും. കുരുമുളക് വിറ്റ കാശുമായി കോഴിക്കോട് കറങ്ങിയ മത്തായി ഒരു റേഡിയോ വാങ്ങിക്കാനായി ഇന്ദിരാഗാന്ധി ജംഗ്ഷനിലെ 2 കാസറ്റ് ഷോപ്പിന് തൊട്ടടുത്തുള്ള ഒരു റേഡിയോ ഷോപ്പിൽ കയറി. എടാ, ഇത് നമ്മളെ പരിപാടിയാണോ? റേഡിയോ ഷോപ്പിൽ കയറിയ മത്തായി ഒരു പ്രത്യേക കമ്പനിയുടെ റേഡിയോ തന്നെ തിരഞ്ഞെടുത്ത് അത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിയുകയും ചെയ്തു. എടാ, നമ്മളെ പരിപാടി റേഡിയോയില്. എടാ, നമ്മള് റേഡിയോയിലേക്ക് എത്തിപ്പോയി. പിന്നീട് അദ്ദേഹം നടന്ന് കംപ്ലീറ്റ് ടൈൽസ് കളിയുള്ള AC ഉള്ള ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറിയ മത്തായി 8 പൊറാട്ടയ്ക്കും 1 ചാപ്സിനും ഓർഡർ ചെയ്തു. ഇതിനിടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മത്തായിയുടെ പ്ലേറ്റിൽ നിന്നും പെട്ടെന്നൊരു പൊറാട്ട കാണുവാനില്ല. മത്തായി വീണ്ടും ഭക്ഷണം കഴിച്ചു. പിന്നീട് അദ്ദേഹം ബസ് കയറി വയനാട്ടിൽ തിരിച്ചെത്തി. ഇതേ സമയം തങ്ങളുടെ അപ്പൻ കൊണ്ടുവന്ന പുതിയ റേഡിയോ കാണുവാനായി മത്തായിയുടെ മക്കൾ വട്ടം കൂടി. മത്തായി പൊതികൾ ഓരോന്നായി അയച്ചു തുടങ്ങി. പക്ഷേ പൊതിക്കുള്ളിൽ റേഡിയോ ഇല്ല. ഉണ്ടാവില്ലല്ലോ, എന്താ നമുക്കറിയുള്ളൂ. പകരം ഒരു കടലാസ് പെട്ടിക്കുള്ളിൽ കുറെ തൊഴിൽ മാസികകളും ഒരു ജനലിന്റെ കഷ്ണവും മാത്രം. അത്ഭുതമെന്ന് പറയട്ടെ, ഇതിൽ ഒരു തൊഴിൽ മാസികകളുടെ പേജിനുള്ളിൽ നിന്നും ഈ ആഴ്ച നറുക്കെടുത്ത കേരള ഭാഗ്യക്കുറിയുടെ ഒരു ലോട്ടറി ടിക്കറ്റ്. ഇതിനോ 1ാം സമ്മാനവും. മത്തായി ഇപ്പോൾ വയനാട്ടിലെ കോടീശ്വരനാണ്. കൗതുക വാർത്തകൾ ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. അങ്ങാടി നിലവാരം. വെളിച്ചെണ്ണ ലിറ്ററിന് കോഴിക്കോട് 45 രൂപ, എൽത്തൂർ 47 രൂപ, തോരേക്കാട് 49 രൂപ. കൊയിലാണ്ടി സ്റ്റോക്കില്ല. രക്തം ചിരട്ടയ്ക്ക് വടകര 290 രൂപ, മാഹി 270 രൂപ, കണ്ണൂർ 315 രൂപ, തളിപ്പറമ്പ് 555 രൂപ. അപ്പോ സ്നേഹം കോപ്പയ്ക്ക് ഞാൻ എന്റെ റേഡിയോ മെക്കാനിക്സ് ഒക്കെ നിർത്തിയിട്ടെ എന്റെ കൂടെ മാജിക് കളിക്കട്ടെ. എനിക്ക് അന്നേക്കാട്ടും വലിയ മാജിക് ഒക്കെ അറിയടാ. കാണണോ? ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യാറോ? സ്റ്റേജിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറും. ലേഡീസ് ആൻഡ് ലേഡീസ് ആൻഡ് ലേഡീസ്, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു മാജിക്, ഒരു പുതിയ മാജിക്. എന്നിട്ട് ഞാൻ എന്റെ എല്ലാ നമ്പറും എടുത്ത് ഓരോ കയ്യിലിങ്ങനെ എടുക്കടാ. ഇതുവരെ ഞാൻ വാങ്ങിക്കൂട്ടിയ എല്ലാ ലോട്ടറി ടിക്കറ്റും ഇങ്ങനെ ചുരുട്ടി 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 കുശുമ്പ് കിൻഡലിന് മലപ്പുറം 435 രൂപ, ഗുരുവായൂർ 432 രൂപ. 1.5 കോടിയാണപ്പോ ഒരു പിടി ചാരമായി മാറിയത്. പോട്ടടാ. അപ്പുണ്ണികളുടെ റേഡിയോ നാടകം സമാപിക്കുന്നു.
രചനയും സംവിധാനവും ശ്രീ ജയപ്രകാശ് കുളൂർ. അഭിനേതാക്കൾ സർവശ്രീ ഹരീഷ് പേരടി, ശശികുമാർ എരഞ്ഞിക്കൽ, ഷിജു എരഞ്ഞിക്കൽ. സ്റ്റുഡിയോ നിർവഹണം എസ്. അശോക്.